നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് മദ്യനിരോധനം നടപ്പിലാവുന്നില്ല? അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല? എല്ലാം ലഹരി വസ്തുക്കളല്ലേ? കഞ്ചാവ് ലഹരി വസ്തുവാണ്, കഞ്ചാവ് നിരോധിച്ചു. പുകയില ഉൽപ്പന്നം ലഹരി വസ്തുവാണ്, പുകയില ഉൽപ്പന്നം നിരോധിച്ചു. പക്ഷെ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സർക്കാർ ഇടപെടുന്നില്ല. കാരണം പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുമോ? ആരും കൊല്ലത്തില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ലഹരിയും പക്ഷെ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഹാനികരമാവുന്ന വസ്തുവാണ് മദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവർ സിറോസിസ് വരെ വരാൻ സാധ്യതയുണ്ട്. ഹും. എന്നിട്ട് നാട്ടിൽ മദ്യനിരോധനം നടപ്പിലാവുന്നില്ല, അല്ലെങ്കിൽ മദ്യത്തിന് ഉപഭോഗം കുറയുന്നില്ല. ഒറ്റ ഒരു ഉദാഹരണം. നമ്മുടെ സംസ്ഥാനത്ത് ഡെയിലി നടക്കുന്നത് ഏകദേശം 100 കോടി രൂപയ്ക്ക് അടുപ്പിച്ചുള്ള മദ്യ വിൽപ്പനയാണ്. 100 കോടി. അങ്ങനെ നോക്കണം, സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? എക്സാക്ട്ലി പറഞ്ഞാൽ ഏകദേശം ഒരു 50 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ലാഭം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 100%, ഏകദേശമാണ്, 100%ത്തിൽ നിന്നും 150% വരെ നികുതി വരുന്ന മദ്യം നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്നുണ്ട്. നികുതി വരുമാനം മാത്രം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50 രൂപയുടെ ഒരു ബിയർ, 50 രൂപയുടെ ബിയർ എന്ന് വെച്ചാൽ ഒരു കിങ്ഫിഷറിന്റെ ബിയർ സംസ്ഥാന സർക്കാരിന് അവർ വിൽക്കുന്നത് 50 രൂപയ്ക്കാണ്. ഒരു ബിയറിന്റെ വില, വിൽക്കുന്ന വില 50 രൂപയ്ക്കാണ്. സംസ്ഥാനം അത് പാവപ്പെട്ട നമ്മൾക്ക് വിൽക്കുന്നതോ 120 രൂപ, 130 രൂപ. കമ്പനിയുടെ പേരും ബ്രാൻഡും മാറുന്നതനുസരിച്ച്, എല്ലാം യുണൈറ്റഡ് ബെവറേജസ് എന്ന ഒറ്റ കമ്പനി നിർമ്മിക്കുന്ന സാധനം തന്നെയാണ്. എന്നാൽ കമ്പനിയുടെ പേര് മാറുന്നതനുസരിച്ച് ആംസ്ട്രൽ അല്ലെങ്കിൽ ബഡ്വൈസർ, മിക്കതും ഒരേ കമ്പനി നിർമ്മിക്കുന്നതാണ്. അതിന്റെ പേര് മാറുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാർ അതിന്റെ നികുതിയും കൂട്ടുന്നുണ്ട്. 100% എന്നുള്ളത് 110% ആക്കുന്നു, 120% ആക്കുന്നു, 130% ആക്കുന്നു, 140% ആക്കുന്നു. അങ്ങനെ വില 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 കൂട്ടി 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 അങ്ങ് പോകും നികുതി ഇനത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 100 കോടി രൂപ അടുപ്പിച്ച് വിൽപ്പനയുള്ള സംസ്ഥാനത്ത് ഒരു ദിവസം മാത്രം സംസ്ഥാന സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 50 കോടിക്ക് മുകളിലാണ് നികുതി വരുമാനം. ഇത്രത്തോളം നികുതി വരുമാനം കിട്ടുന്ന വേറൊരു ഉൽപ്പന്നവും സംസ്ഥാനത്തില്ല. അങ്ങനെ പറയുവാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം കിട്ടുന്ന ഒരു ഉൽപ്പന്നം വിൽക്കണ്ട എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? സംസ്ഥാന സർക്കാരിന് സാധിക്കുമോ? അങ്ങനെ വിൽക്കണ്ട എന്ന് പറയുവാണെങ്കിൽ കിട്ടുന്ന നികുതി വരുമാനം കുറയും. പിന്നെ അവർ പെട്രോളിനകത്ത് വില കൂട്ടേണ്ടി വരും. പെട്രോളിന് നികുതി ഇനത്തിലുള്ള വരുമാനം കൂട്ടേണ്ടി വരും. അതായത് വീണ്ടും നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില കൂട്ടേണ്ടി വരും, മറ്റു ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂട്ടേണ്ടി വരും. ഇങ്ങനെ നികുതി വരുമാനം പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട വയോജനങ്ങൾക്കുള്ള പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വികസന പ്രവർത്തനങ്ങൾ, ഇന്നെല്ലാം ഈ പൈസ കണ്ടെത്തുന്നത് നികുതി വരുമാനത്തിൽ നിന്നാണ്. ഇങ്ങനെ മദ്യം നിരോധിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള നികുതി ഇല്ലാതാവും. നമ്മുടെ സംസ്ഥാനം വീണ്ടും കടമെടുക്കേണ്ടി വരും. നികുതി വരുമാനം കുറയുന്നതനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പെൻഷനുകളും എല്ലാം ഗോവിന്ദയാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊന്മുട്ടയിടുന്ന താറാവായ മദ്യത്തിനെ സംസ്ഥാന സർക്കാർ നിരോധിക്കാത്തതും ഓരോ ദിവസവും അടിക്കടി പുതിയ ബാറുകളും പുതിയ ബെവറേജസ് ഔട്ട്ലെറ്റുകളും എല്ലാം കൂണുപോലെ പൊങ്ങുന്നതും. അല്ലാതെ മദ്യം ശരീരത്തിന് ഹാനികരമാണ്, അത് നിരോധിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കൈയെടുത്താൽ വേറൊരു ഭവിഷ്യത്തും കൂടെ ഉണ്ട്. വ്യാജമദ്യം. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ വീണ്ടും വാറ്റു തുടങ്ങും. ചാരായം നിരോധിച്ച നാടാണിത്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ മദ്യം നിരോധിക്കാത്തത്. ഇനി മദ്യം നിരോധിച്ചാൽ നടപ്പിലാവുന്ന എന്തൊക്കെയാണെന്ന് അറിയാവോ? കേരളത്തിൽ തന്നെ കൂണുപോലെ ഷാപ്പുകൾ ഉയർന്നു വരും. 1-ാം തീയതിയും തുറക്കുന്ന ഒരേ ഒരു ലഹരി കിട്ടുന്ന സ്ഥലമാണ് ഷാപ്പുകൾ. അത്രയേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ മദ്യം നിരോധിക്കാത്ത നമുക്ക് നന്നായി. നമുക്ക് വല്ലപ്പോഴും ഒക്കെ അടിക്കാനും വല്ലപ്പോഴും കുടിക്കാനും വല്ലപ്പോഴും ഒക്കെ എളുപ്പത്തിൽ ലഹരി കിട്ടുന്ന വകുപ്പ് പോയതുകൊണ്ട് എന്തായാലും അടുത്തടുത്ത് തന്നെ പുതിയ പുതിയ ബാറുകളും പുതിയ പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ കടവെല്ലാം കുറയ്ക്കണം, നികുതി വരുമാനം കൂട്ടണം. കുറച്ചും കൂടെ വില കൂട്ടിയാലും ഇനി എന്തെങ്കിലും പ്രളയ ദുരിതം വന്നാലും മദ്യത്തിന് സെസ് ഏർപ്പെടുന്ന പരിപാടി നിർത്തരുത്. കേരളത്തിൽ ഒരേപോലെ അച്ചടക്കവും ഒരേപോലെ സമന്വയവും പാലിച്ച് നിൽക്കുന്ന സ്ഥലം വേറെ ഇല്ല. ഒരു അന്നദാനത്തിന് പോയാലും ഒരു സമൂഹ സദ്യക്ക് പോയാലും അടികൂടും. എനിക്ക് മുന്നിലെത്തണം, എനിക്ക് മുന്നിലെത്തണം, എനിക്ക് കഴിക്കണം, എനിക്ക് കഴിച്ചിട്ട് ജോലിക്ക് പോകണം എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു അന്നദാനവും ഒരു സമൂഹ സദ്യ പോലെയും. പക്ഷേ ബിവറേജസ് എന്നാൽ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഒരേപോലെയാണ് ക്യൂ ഒക്കെ എന്നാണ് സാധനം എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തായാലും പറയാനുള്ളത്, നിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ, പുതിയ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുറക്കാൻ നേരത്ത് ഞങ്ങൾക്ക് AC സൗകര്യം കൂടെ ഒന്ന് ഉറപ്പാക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും എക്സൈസ് മന്ത്രിയോടും മദ്യമന്ത്രിയോടും പറയാനുള്ളത് AC ഔട്ട്ലെറ്റുകളാക്കണം. കാരണം കുറേ നേരം നിന്ന് സാധനങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് നോക്കിയെടുക്കാൻ നേരത്ത് കുറച്ചൊക്കെ ഇത് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് AC ആക്കണം. പിന്നെ പുതിയ പുതിയ ഐറ്റംസ്, അതായത് JD പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ എത്തിച്ചു തരണം.
കാരണം പറയാനുള്ളത് JD ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഭയങ്കര പാടാണ്, ഇവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ JD നമ്പർ 7 ഒക്കെ അതുപോലുള്ള ഐറ്റംസ് ഒക്കെ സംസ്ഥാനം കുറച്ചും കൂടെ വിലക്കുറവിൽ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തരണം. കുറച്ച് ടാക്സ് അധികമായാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഇട്ട് തന്നാൽ മതി എന്നേ പറയാനുള്ളൂ. നന്ദി.